നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും ടെക് ടിപ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വീഡിയോ ബ്ലോഗിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണിത്. അതായത് ബോയയുടെ M1 എന്ന മോഡൽ മൈക്കാണിത്. ഒമ്നി ഡയറക്ഷണൽ മൈക്കാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 1019 രൂപയ്ക്ക് ഒരു ഓഫർ വന്നപ്പോൾ 1019 രൂപക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഈ മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ആമസോണിലാണ് ഏറ്റവും പൈസ കുറവ്. ഇപ്പോൾ ഓഫർ കൊണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. പക്ഷേ ഇത് ഇവിടെ സ്പീഡ് പോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ദിവസം കൂടുതലെടുത്തു. ഇത് ഡൽഹിയിൽ നിന്നാണ് വന്നത്. പക്ഷേ ഒരുപാട് ദിവസം കൂടുതലെടുത്തു. ഞാൻ ഇതും ആ ഫോട്ടോണിൻ്റെ ലെൻസും ഒരേ ടൈമിലാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇത് എത്താൻ ഒരുപാട് ദിവസം എത്തു. ഇന്നാണ്, അതായത് 8-ാം തീയതിയാണ് ഈ സാധനം എത്തിയത്. 28-ന് ബുക്ക് ചെയ്തിട്ട് 8-ാം തീയതിയാണ് എത്തിയത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. ഇങ്ങനെയുള്ള ഒരു ബോക്സിലാണ് എനിക്ക് സാധനം കിട്ടിയത്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സിലാണ് നമ്മുടെ മൈക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ ബോക്സിൽ നമ്മളെ ബില്ല് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഇപ്പോൾ ആമസോണിൻ്റെ സാധനങ്ങളൊക്കെ ബില്ല് അകത്താണ് വരുന്നത്. ഇതൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ ഇവിടെ ഒരു കോഡും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ സ്ക്രാച്ച് ചെയ്താൽ ഇവിടെ ഒരു കോഡ് കിട്ടും. അത് ഇതിൻ്റെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോഡാണ്. ഇത് ഒറിജിനൽ സാധനമാണോ എന്നുള്ളത്. അതുപോലെ ബോയയുടെ ഒരു ലോഗോ ഉണ്ട്, മൈക്കിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ ഇത് വെച്ച് എടുക്കുന്ന ഒരു ക്ലാസിൻ്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ സൈഡിൽ ബോയ പ്രോ ഓഡിയോ സീരീസ് എന്നൊക്കെ മോർ സ്മാർട്ട് ഫോൺസ്, എൻകോഡേഴ്സ്, DSLR ഓഡിയോ റെക്കോർഡേഴ്സ്, PCN എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷനും ഇവിടെ ഓരോ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റാണ്. നല്ല പ്രൊഡക്റ്റാണ്. ടെക്നിക്കൽ ഗുരുജി, അതുപോലെ നമ്മുടെ വേറൊരു ചാനലാണ് നമ്മുടെ ഗാഡ്ജറ്റ്സ് മലയാളം തുടങ്ങി പല യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മൈക്കാണിത്. വളരെ പ്രമുഖമായ കമ്പനിയാണ്. ഇതിൽ പല ടൈപ്പ് ഓഫ് ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസസ് ഇവർ പുറത്തിറക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഈ ബോക്സിലുള്ളത്? ഒരു വാറൻറ്റി കാർഡാണിത്. സോറി, ഇതൊരു നോട്ടീസ്, ഒരു സേഫ്റ്റി മാനുവൽ പോലുള്ള ഒരു നോട്ടീസാണ്. ഇവിടെ ഒരു ബോക്സും ഉണ്ട്. അതുപോലെ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു യൂസർ മാനുവലും അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാം. ഇതിൽ ഒരു സിലിക്ക ജെല്ലിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് സാധനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം മൈക്കൊന്ന് കാണാം. ഇതാണ് നമ്മളെ മൈക്ക്. അതുപോലെ ഇത് അതിൻ്റെ ഒരു ക്യാരിയിങ് കേസാണ്. എവിടെയെങ്കിലും ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേസാണിത്. 6 മീറ്റർ നീളമുള്ള ഒരു കേബിളാണ് ഇതിൻ്റെ കൂടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ മൈക്ക്. പിന്നെ അതുപോലെ ഇതൊരു അതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉള്ള ഒരു ഭാഗമാണ്. ഇതിങ്ങനെ ആക്കിയാൽ ക്യാമറയൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുകയും, അതുപോലെ നേരെ താത്തിയാൽ ഒരു സ്മാർട്ട് ഫോണിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനുമാണ്. അതുപോലെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെന്തൊക്കെയുള്ളത് നോക്കാം. ഇതൊരു ബാറ്ററിയാണ്. ഇതിൽ ഇടാൻ വേണ്ടിയുള്ള ഒരു ബാറ്ററിയാണ്. അതുപോലെ ഇത് നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ പ്ലഗ് ചെയ്ത് നമുക്ക് ഓഡിയോ മിക്സറിലും ഒക്കെ കുത്താൻ വേണ്ടിയുള്ളൊരു കൺവെർട്ടറാണിത്. ഇത് നമ്മളധികം ഉപയോഗിക്കുന്നില്ല, മാറ്റി വയ്ക്കുകയാണ്. അതുപോലെ ഇത് ഇതിൻ്റെ ഇവിടത്തേക്കുള്ളൊരു ക്ലിപ്പാണിത്. ഇങ്ങനെ
മൈക്കിൻ്റെ ഇവിടെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഇവിടെ ഫിറ്റാവും. നമുക്കിങ്ങനെ കോളറയിലോ മറ്റോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്ലിപ്പ് ആണിത്. അതുപോലെ ഇത് ഒരു ഫോമാണ്, വിൻഡ് ഷീൽഡ്. നമുക്കിങ്ങനെ ഇട്ടാൽ നമ്മളെ ഈ എന്നുള്ള ഒരു സൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ നേരത്തുള്ള ആ ബാറ്ററി ഇതിങ്ങനെ തിരിച്ച് കഴിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ആണ് ഇതിവിടെ ഫിക്സ് ചെയ്യേണ്ടത്. ഈ ഒരു ചെറിയൊരു ത്രെഡ് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതിട്ടാൽ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടി വളരെ സുഖമായിരിക്കും. അതിന് നൽകിയാണിത്. ഇതിങ്ങനെ വലിച്ചാൽ ഇത് റിമൂവ് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് ഇത് ഇവിടെ ഫിറ്റ് ചെയ്യാം. ശേഷം ഇത് നമ്മൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തപ്പോൾ ഉള്ള ഇതാണിത്. 6 മീറ്റർ നീളമുള്ളൊരു കേബിളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിൽ നിന്നും ഈ മൈക്കിലേക്ക് നമുക്ക് ഇപ്പോൾ സ്വിച്ച് ചെയ്യാം. നിങ്ങൾ ഈ ഓഡിയോ ഡിഫറൻസ് കൃത്യമായി മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗം ഒന്ന് ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേട്ടാലാണ് കൃത്യമായിട്ട് മനസ്സിലാകുക. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ബോയയുടെ M1 എന്ന മോഡൽ മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ രണ്ട് ഓഡിയോ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഹെഡ്ഫോൺ വെച്ച് കേട്ടാൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഈ മൈക്ക് ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ പുതിയ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഉടനെ പ്രതീക്ഷിക്കാം. ഫേസ് റിവീൽഡ് വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ മൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ മൈക്കിൻ്റെ കൂടുതൽ ക്ലാരിറ്റിയും മറ്റും വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ മുഹമ്മദ് സിയാദ്.